നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നെ ഒന്ന് മനസ്സിലാക്കണം മാഡം, പ്ലീസ്. അപേക്ഷ, എന്നെ വെറുക്കരുത്. ഇല്ല രാജു, നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു പോയി. അതാ ഞാൻ ചെയ്ത തെറ്റ്. എനിക്കൊരു പ്രോബ്ലം വന്ന ആദ്യം വിളിക്കുന്നത് നിന്നെയായിരുന്നു. അച്ഛൻ എന്നോട് ദേഷ്യപ്പെട്ട ആദ്യം പറയുന്നത് നിന്നോടായിരുന്നു. സന്തോഷായാലും ദുഃഖമായാലും എല്ലാം നിന്നോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിച്ചു. ഇതുവരെ ഞാൻ നിന്നോട് ഒന്നും മറച്ചു വെച്ചിട്ടില്ല. എന്താ അതിന് കാരണം? ഞാൻ ഈ ലോകത്ത് വിശ്വസിച്ചിരുന്ന ഒരേ ഒരാൾ അത് നീയായിരുന്നു. പക്ഷെ നീ എന്റെ ഒപ്പം നിന്ന് എന്നോട് നുണകൾ പറഞ്ഞ് എന്നെ വെറും പൊട്ടിയാക്കി. അവസാനം എന്നെ നീ ചതച്ചു കളഞ്ഞു. ലതിക മാഡം, ഇത്രയും ദേഷ്യം മാഡത്തിനുണ്ടെങ്കിൽ എന്നെ കർണത്തടിച്ചോളൂ. ഇങ്ങനെയൊക്കെ മാഡം എന്നെ പറയുന്നത് എനിക്ക് സഹിക്കാനാവുന്നില്ല മാഡം. നിർത്ത്, മതിയാക്ക നിന്റെ സംസാരം. എന്നോട് സംസാരിക്കാനുള്ള യോഗ്യതയൊക്കെ എപ്പോഴും നിനക്ക് നഷ്ടമായി. ഇതുവരെ ഞാൻ ഏറ്റവും വെറുത്തിരുന്ന ആൾ ആ ദീപക്കായിരുന്നു. പക്ഷെ ഇപ്പോ ഈ നിമിഷം ഞാൻ പറയുന്നു, അവനേക്കാളും 100 ഇരട്ടി നിന്നെ ഞാൻ വെറുക്കുന്നു. മാഡം, എന്താ എന്നോട് പറഞ്ഞത്? ഇനിയും നീ ഇവിടെ നിന്ന ഇതിലും കൂടുതൽ കേൾക്കേണ്ടി വരും. പോ, എന്റെ മുറിയിൽ ഇറങ്ങി പോവാൻ. മാഡം, ഞാനിനി ഈ മുറിയിൽ നിന്നും പുറത്തേക്ക് വരുന്നില്ല. നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹിച്ച എൻഗേജ്മെന്റ് നടക്കില്ല, വിവാഹവും നടക്കില്ല. മാഡം, പോ, ഇറങ്ങിപ്പോവാൻ. പോയി എന്റെ അച്ഛനോടും വിളിച്ചു വരുത്തിയ അതിഥികളോടും എന്നെ വിവാഹം കഴിക്കാൻ വന്നവരോട് പറയും ഋതിക അങ്ങോട്ട് വരില്ലെന്ന്. അച്ഛൻ എന്നെ തല്ലുകയോ കൊല്ലുകയോ എന്താന്ന് വെച്ചാ ആയിക്കോട്ടെ, ഞാൻ വരില്ല. മാഡം, വേണ്ട ഋതിക മാഡം, വർമ്മ സാറിന് ദേഷ്യാവും. ഇറങ്ങി പോലല്ലേ നിന്നോട് പറഞ്ഞത്? ഇറങ്ങ, എന്റെ മുറിയിൽ നിന്ന് ഇറങ്ങാൻ. മാഡം, ഇറങ്ങാൻ. മാഡം, ഇറങ്ങ്. മാഡം, മാഡം, പ്ലീസ്, മാഡം, മാഡം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.